നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയിടം തുറന്നു എന്ന വിവരങ്ങൾ. വിവാദ കല്ലറയ്ക്കുള്ളിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് വിവരങ്ങൾ വരുന്നത്. അതിരാവിലെ തന്നെ ഈ കല്ലറ തുറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരെ 200 മീറ്ററിന് അപ്പുറത്ത് മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കകത്തേക്ക് പ്രവേശനമില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ വ്യാഴാഴ്ച രാവിലെ തന്നെ സമാധിയിടം തുറക്കാനുള്ള നടപടി ആരംഭിച്ചിരുന്നു. പോലീസിന്റെ കനത്ത സുരക്ഷ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാധിയിടം നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ പോലീസ് കാവലിലാണ്. ഇവിടേക്ക് പോലീസിനും ഉദ്യോഗസ്ഥർക്കും മാത്രമേ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. സമാധിയിടം മറച്ചിട്ടുണ്ട്. 7 മണിയോടെ സബ് കളക്ടർ ആൽഫ്രഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ആളുകൾ സ്ഥലത്ത് വരുന്നതിനും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാധിയിടം പൊളിച്ച മൃതദേഹം പുറത്തെടുത്താൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. അതിനു പിന്നാലെ പോസ്റ്റ്മോർട്ടവും നടക്കും. സമാധിയിടം പൊളിക്കുന്നതിനെതിരെ കുടുംബം നൽകിയ റിട്ട് ഹർജിയിൽ ബുധനാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതിയന്നൂർ കാവ് വിളാകത്ത് സിദ്ധൻ ഭവനിൽ ഗോപൻ സ്വാമി എന്ന നാട്ടുകാർ വിളിക്കുന്ന മണിയൻ സമാധിയായത് എന്ന് വീട്ടുകാർ പോസ്റ്റർ പതിപ്പിച്ച് നാട്ടുകാരെ അറിയിച്ചത്. വ്യാഴാഴ്ച വലിയ രീതിയിൽ പ്രതിഷേധം ഉയരില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ശക്തമായ പോലീസ് കാവൽ ഈ പ്രദേശത്തുണ്ട്. വീട്ടുകാരെ പോലീസിന്റെ സുരക്ഷാ കസ്റ്റഡിയിലുമാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർക്കൊപ്പം ഇദ്ദേഹത്തിന്റെ ഭാര്യ സുലോചനയും മകൻ രാജസേനുമുണ്ട്. പോലീസ് ഇവർക്കും കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. വീട്ടിലും കോൺക്രീറ്റ് അറയ്ക്ക് സമീപവും പോലീസ് കാവലുണ്ട്. പിതാവിനെ മക്കൾ സമാധി ഇരുത്തി എന്ന് പറയുന്ന ഈ സംഭവത്തിൽ കല്ലറ തുറന്നു പരിശോധിക്കുന്നതടക്കമുള്ള അന്വേഷണ നടപടികളിൽ ഇടപെടാതെയാണ് ഹൈക്കോടതി. നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയാണ് കല്ലറ തുറന്ന് പരിശോധിക്കണം എന്ന RDOയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് CS ഡയസ് ആണ് ഹർജി പരിഗണിച്ചത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു. മരണം സ്ഥിരീകരിച്ചത് ആരാണെന്ന് ചോദിച്ചു. ഹർജി വീണ്ടും അടുത്ത ആഴ്ച പരിഗണിക്കും. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമാണ് കല്ലറ തുറക്കേണ്ടി വന്നത്. കല്ലറ തുറക്കാൻ പോലീസിന് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. അച്ഛന്റെ സമാധി പൊളിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ടിൽ കോടതി നടപടിയെക്കുറിച്ച് ഒരു അറിവും ലഭിച്ചിട്ടില്ല എന്നാണ് മകൻ സനന്ദൻ പറയുന്നത്. അതിനിടെ റിട്ട് പെറ്റീഷൻ ഫയലിൽ സ്വീകരിച്ച് എതിർകക്ഷികളായ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എന്ന് വീട്ടുകാരുടെ അഭിഭാഷകനായ രഞ്ജിത് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. എന്തായാലും മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി നടപടികൾ നടത്തും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. വിവാദ സമാധിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഇത് കല്ലറ പൊളിക്കണമെന്നും കല്ലറയ്ക്കുള്ളിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അതിനെ തുടർന്ന് പോലീസ് അതുപോലെ ഉദ്യോഗസ്ഥർ നടപടികൾ നടത്താൻ ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ കുടുംബാംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് മാറ്റിവെച്ചത്. അതിനുശേഷമാണ് നിയമപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന ആവശ്യം ഉയർന്നത്. രണ്ട് ചേരിയായി നിന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഒരു വിഭാഗം ഇദ്ദേഹം എവിടെ പോയി, ഇദ്ദേഹം സമാധിയായതാണോ, കല്ലറയ്ക്കുള്ളിൽ മൃതദേഹമുണ്ടോ എന്നത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു വിഭാഗം കുടുംബത്തിന്റെ വികാരത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ സമാധിക്കുള്ളിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തി എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തുടർ നടപടികൾ എന്താണ് എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് കർമാനസ്.